കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചൂടുകാലമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് പൊതുവായിട്ട് എല്ലാവരും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ മധുരമൊന്നും ഇല്ലാണ്ട് നമുക്ക് ലെമൺ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് 3-4 തരം ടൈപ്പ് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കോമൺ ആയിട്ട് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ജ്യൂസാണ് ചെറുനാരങ്ങ വെച്ചിട്ടൊരു ജ്യൂസ്. അത് സാധാരണ നമ്മളെല്ലാവരും പിഴിഞ്ഞ് നമ്മൾ പഞ്ചസാര ഇട്ട് അടിക്കുന്നതാണ് പതിവ് അല്ലേ. ഇത് നമ്മൾ പിഴിയാണ്ട് നമ്മളൊരു ചെറുനാരങ്ങന ഇത് 4 കഷ്ണമാക്കിയിട്ട് നമ്മൾ നുറുക്കിയിട്ടുണ്ട്. ഇതുപോലെ 4 കഷ്ണമാക്കി നമ്മൾ നുറുക്കിയ ചെറുനാരങ്ങ നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ഇടാം. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്കിതിലേക്ക് ഇടാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യാനുസരണം ഉള്ള ഷുഗറാണ് നമ്മളിടുന്നത്. ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണാണ് കേട്ടോ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ ജ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ നല്ല വൈറ്റിഷ് ആയിട്ടുള്ള നല്ല ജ്യൂസായിട്ട് കിട്ടും കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം തന്നെ കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്ന ജ്യൂസാണ്. അപ്പം തന്നെ കുടിക്കുകയും വേണം, അപ്പം തന്നെ അടിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയിൽ അടിച്ചത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒഴിക്കാം. വേണ്ട, ഇത് നല്ല വൈറ്റ് കളറായിട്ടുള്ള നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വേഗം നമുക്ക് അടിച്ചു കൊടുക്കാവുന്ന ഒരു ജ്യൂസാണിത്. നല്ല അടിപൊളി ജ്യൂസാണ്. പെട്ടെന്ന് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എന്നിട്ട് പറയൂ നല്ല ടേസ്റ്റാണ്. ഒട്ടും കയ്പുണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കുമ്പോഴാണ് എപ്പോഴും ലെമണിനൊരു കയ്പ്പ് രസം നമുക്ക് തോന്നിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസ് നമുക്ക് വീട്ടിലെല്ലാവരും വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത നമുക്ക് ജ്യൂസ് നമ്മൾ മിൻറ്റ് ഇട്ടിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നല്ല അടിപൊളി ജ്യൂസല്ലേ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിൻറ്റ് വെച്ചിട്ടുള്ള ജ്യൂസാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് നമ്മുടെ അളവനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ചെറുനാരങ്ങ നമുക്ക് വേണം. അതിൻ്റെ ജ്യൂസ് എടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കുരു ഇല്ലാണ്ട്, കുരു ഇട്ടടിച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്രസം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ജ്യൂസാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. പിന്നെ വേണ്ടത് മിൻറ്റ് ലീവ്സാണ്. അപ്പോൾ നമുക്ക് മിൻറ്റ് ലീവ്സ് ഇടാം. ചെറുനാരങ്ങയുടെ ജ്യൂസും ഷുഗറും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ടു കേട്ടോ. നമ്മുടെ ചെറുനാരങ്ങ ജ്യൂസ്, അതേപോലെ തന്നെ മിൻറ്റ് ലീവ്സ്, ഷുഗർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ കഷ്ണം കൂടി നമുക്ക് ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിൻറ്റ്, ലെമണും ഇഞ്ചി പഞ്ചസാരയും ചേർത്തിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ അരിപ്പയിൽ അരിച്ചെടുത്ത നമ്മൾ മിൻറ്റ് ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഷ്കശ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു മിൻറ്റിനോടൊപ്പം തന്നെ നമുക്കത് ഒഴിക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഈ കഷ്കശ് എന്ന് പറയുന്നത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ഞാൻ കുതിർത്തി വെച്ചതാണ് കേട്ടോ. നമുക്ക് കുതിർത്താണ്ട് ഇടാൻ പറ്റില്ല. കുതിർത്തി അതിലാണ് ഒരു 2 മിനിറ്റ് മതി നമുക്കിത് കുതിർത്താൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മിൻറ്റ് തന്നെ നല്ല കൂളിംഗ് എഫക്റ്റ് ഉള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കഷ്കശ്, പിന്നെ വേറെ എന്തോ പേര് പറയും കേട്ടോ, എനിക്കറിയില്ല. ഞാൻ കഷ്കശ് എന്നാണ് പറയുന്നത്. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കുടിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അടിപൊളി എന്താ പറയുക, നമുക്ക് ഒരു ജ്യൂസ് കുടിച്ചൊരു ഫീല് കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ ഈ കഷ്കശ് നമ്മൾ വാങ്ങിച്ച് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഇത് കിലോ 400 രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത്. നമുക്കതൊക്കെ ഒരു 100-200 ഗ്രാം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു മാസത്തേക്ക് ധാരാളം ഉണ്ടാവും. അത്ര
ഓവറിൻ്റെ ആവശ്യം വരില്ല, കിലോ കണക്കിനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 200 ഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളമായി. അപ്പോൾ നമുക്കിത് നമ്മുടെ മിൻറ്റ് ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് വീടുകളിൽ റെഡിയാക്കാവുന്നതാണ്. വളരെ സിമ്പിൾ. 1 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മിൻറ്റ് ജ്യൂസ് തയ്യാറായി കഴിയും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൊജിറ്റോ ഉണ്ടാക്കാം. ഇതേപോലെ തന്നെ ലെമണും മിൻറ്റും വെച്ചിട്ട് 7 അപ്പ് കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊജിറ്റോ ഇതുപോലെ തന്നെ ചൂടുകാലത്ത്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് ഈ കശ് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ അടിച്ചു കുടിക്കുന്നതാണ്. മറ്റേതൊക്കെ 7 അപ്പൊക്കെ നമുക്ക് അത്ര നല്ല ആരോഗ്യത്തിന് ഹാനികരമുള്ള സംഗതിയല്ലേ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വീട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ്. ഫസ്റ്റ് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇഞ്ചിയും ചെറുനാരങ്ങയും എല്ലാം കൂടിയിട്ട് അടിച്ചിട്ട് അപ്പം തന്നെ കുടിക്കുന്നത്. ഇത് രണ്ടാമത് മിൻറ്റും കൂടി ചേർത്ത് കശും കൂടി ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത്. രണ്ടും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ. എനിക്ക് മൊജിറ്റോയിലും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഗതി ഈ ജ്യൂസാണ്. മാത്രമല്ല ചെറുനാരങ്ങ ഇഞ്ചിയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വയറിനൊക്കെ വളരെ ഉത്തമമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. ചൂടുകാലമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. താങ്ക് യു.